ഞാനിന്ന് പോകുന്നത് പാലക്കാടിൻ്റെ മഞ്ഞുമൂടിയ സ്വർഗം എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്കാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് പോത്തുണ്ടി ഡാമാണ്. പോത്തുണ്ടി ഡാം മാത്രമല്ല, പോത്തുണ്ടി പാർക്കും ഇവിടെയുണ്ട്. സോ ഇവിടെ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. ഇച്ചിരി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതി സ്റ്റാർട്ടിങ് ചെക്ക് പോസ്റ്റ് എത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ട് വേണം നമുക്കിനി മുന്നോട്ട് പോകാനായിട്ട്. മുന്നോട്ട് പോകും തോറും നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ അപ്പർ വ്യൂ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഓരോ വളവ് കയറി നമ്മൾ മുന്നോട്ട് പോകും തോറും നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് കാണാൻ പറ്റുന്നതാണ്. വഴി മുഴുവൻ കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ടുണ്ടാവും കേട്ടോ. അതിനുള്ളിലൂടെ ഉള്ള ഒരു ഡ്രൈവിംഗ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ നെല്ലിയാമ്പതി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നെല്ലിയാമ്പതിയിൽ ആകെ കാണാൻ പറ്റുന്നത് നമ്മുടെ വെജിറ്റബിൾ ഫാമാണ്. പിന്നെ ഇവിടെ നിന്ന് ജീപ്പ് സവാരീസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സീതാർകുണ്ട് വ്യൂ പോയിന്റിലെത്തും. സീതാർകുണ്ട് വ്യൂ പോയിന്റ് പോകാനായിട്ട് ഈ ഒരു കവാടം താണ്ടി വേണം നമുക്ക് പോകാനായിട്ട്. പോകുന്ന വഴിയിൽ ചുറ്റും ഫുള്ള് കാപ്പിത്തോട്ടമാണ് കേട്ടോ. പക്ഷെ റോഡ് വളരെ മോശമാണ്. പാർക്കിങ്ങിൽ നിന്ന് ഒരു 200 മീറ്റേഴ്സ് വാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്നതാണ്. അതിമനോഹരമായ കൊല്ലങ്കോടിൻ്റെ വ്യൂ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തമായി കാണാൻ പറ്റുന്നതാണ്. കൊച്ചിയിൽ നിന്നും 140 കിലോമീറ്റർ ആണ് നമ്മുടെ നെല്ലിയാമ്പതി ടോപ്പിലെത്താനായിട്ടുള്ളത്. ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ട്രാവൽ വീഡിയോസിനായി ഇപ്പം തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ.